പത്മ പുരസ്കാര നേട്ടത്തിൽ സംശയം പ്രകടിപ്പിച്ച ജി സുകുമാരൻ നായർക്ക് പരോക്ഷ മറുപടിയുമായി വെള്ളാപ്പള്ളി നടേശൻ. മൈക്രോ ഫിനാൻസിലൂടെ പാവങ്ങളെ സഹായിച്ചതിനുള്ള അംഗീകാരമാണ് പുരസ്കാരമെന്നാണ് പ്രതികരണം. തനിക്ക് പാർലമെന്ററി വ്യാമോഹമില്ല എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. നമ്മളെല്ലാം കൂടെ ഒന്നിച്ച് നടത്തിയ ക്ഷേമ പദ്ധതികളും ഈ രാജ്യത്ത് മൈക്രോ ഫിനാൻസിലൂടെ 10,000 ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സമ്പത്ത് കൊടുത്ത് ഇവിടുത്തെ പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ സാധിച്ചു എന്നുള്ള ഒരു വലിയൊരു വിപ്ലവകരമായൊരു മാറ്റം. സുഖയുടെ എല്ലാം പ്രാർത്ഥന, ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് ഈ കിട്ടിയതെല്ലാം നമ്മുടെ സമുദായത്തിന്, അല്ല എനിക്കല്ല കിട്ടിയത്. ഇത് കിട്ടിയതിന്റെ പേരിൽ വലിയ അഹങ്കാരമോ കിട്ടാത്തതിന്റെ പേരിൽ ഒരു ദുഃഖവും ഇല്ലേ. അറിവ് തിരിച്ചറിവിനകത്ത് എന്തെല്ലാം നടക്കുന്നെന്ന് അറിയാവുന്ന പലരും ഇതുപോലുള്ള ആനുകൂല്യങ്ങളെല്ലാം വാങ്ങിക്കൊണ്ട് പോകുമ്പോൾ നമുക്ക് നോക്കി നിൽക്കാൻ മാത്രം വിധിക്കപ്പെട്ടത്. നമ്മൾ തൊട്ട് പറഞ്ഞാൽ ഉടനെ ജാതിയായി, ജാതി പറയാമോ എന്ന് പറഞ്ഞുകൊണ്ട് ഗുരുദേവനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് നമ്മളെ തകർക്കാനും തളർത്താനുമാണ് ശ്രമിക്കുന്നത്. സായികുമാറുണ്ട് വിവരങ്ങളുമായി. സായികുമാർ, ഇപ്പോൾ വെള്ളാപ്പള്ളി കഴിഞ്ഞ ദിവസം വരെ സുകുമാരൻ നായരെ സുകുമാരൻ നായർ വിമർശിച്ചിട്ടും സ്നേഹത്തോടു കൂടി ചേർത്ത് നിർത്തുന്ന പ്രതികരണമാണ് നടത്തിയത്. ഇപ്പോൾ ഇതാ തിരിച്ചുള്ള മറുപടികൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ പത്മയൊക്കെ ഞാൻ വിചാരിച്ചാൽ നേരത്തെ കിട്ടുമായിരുന്നു എന്ന് സുകുമാരൻ നായർ പറഞ്ഞതാണോ ഇപ്പോൾ പ്രകോപനം? സ്മൃതി, വെള്ളാപ്പള്ളി നടേശൻ കുറച്ചുകൂടി കടുപ്പിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. നമ്മളിത് നേരത്തെ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ അത്ര വലിയ ഒരു പൊട്ടിത്തെറി വെള്ളാപ്പള്ളി നടേശനിൽ നിന്ന് ഉണ്ടായിട്ടുമില്ല ഇതുവരെ. പക്ഷേ അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ നായാടി മുതൽ നസ്രാണി വരെ എന്ന ഐക്യനീക്കത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് NSS പിന്നോക്കം പോയതിൻ്റെ ഒരു കാരണം വെള്ളാപ്പള്ളി നടേശന് കിട്ടിയ പത്മ അവാർഡ് കൂടിയായിരുന്നു. അത് സുകുമാരൻ നായർ തന്നെ തുറന്നു പറഞ്ഞതുമാണ്. BJP ആണ് വെള്ളാപ്പള്ളിയുടെ ഈ ഐക്യനീക്കത്തിന് പിന്നിൽ, അതുകൊണ്ടാണ് തങ്ങൾ പിന്മാറിയത്. അദ്ദേഹത്തിൻ്റെ മകനും NDAയുടെ ഇപ്പോഴത്തെ വൈസ് ചെയർമാനും കൂടിയായ തുഷാർ വെള്ളാപ്പള്ളിയെ ദൂതനായി അയക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഇങ്ങനെയൊരു തീരുമാനം പറഞ്ഞതിന് തൊട്ടടുത്ത ദിവസം സംസ്ഥാനത്തിന്റെ ശുപാർശ ഇല്ലാതിരുന്നിട്ടും വെള്ളാപ്പള്ളി നടേശന് പത്മ അവാർഡ് കൊടുക്കുന്നു. അതുകൊണ്ട് ഇതൊക്കെ ഒരു കെണിയാണോ എന്ന് തങ്ങൾ സംശയിക്കുന്നു. അതുകൊണ്ട് ഈ ഐക്യത്തിനില്ല എന്നാണ് സുകുമാരൻ നായർ പറഞ്ഞത്. പക്ഷേ അങ്ങനെ BJP നീട്ടിയ ഒരു ദാനമല്ല പത്മ പുരസ്കാരം എന്നാണ് ഇന്ന് വെള്ളാപ്പള്ളി പറയുന്നത്. താൻ അതിന് അർഹൻ തന്നെയാണ് എന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞു വെക്കുന്നത്. അതിന് ഈ സംഘടനയിലൂടെ താൻ ചെയ്ത ക്ഷേമ പ്രവർത്തനങ്ങൾ, മൈക്രോ ഫിനാൻസിലൂടെ ഒട്ടനവധി ദരിദ്ര ആളുകൾക്ക് സാമ്പത്തികമായി മെച്ചമുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ എത്രയോ വർഷങ്ങളായി താൻ ചെയ്യുന്നു. അതുകൊണ്ട് കൂടിയാണ് തനിക്ക് ഈ പുരസ്കാരം ലഭിച്ചത്. അത് ഈ ശ്രീനാരായണീയർക്ക്, ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്ന വിശ്വസിക്കുന്ന ആളുകൾക്ക് സമർപ്പിക്കുന്നു എന്നാണ് വെള്ളാപ്പള്ളി നേരത്തെയും പറഞ്ഞിരുന്നത്. അതൊരിക്കൽ കൂടി അദ്ദേഹം ആവർത്തിക്കുകയാണ്. അതായത് ഈ പുരസ്കാരം കിട്ടാൻ താൻ അർഹനാണ്, അങ്ങനെ ചോദിച്ചു വാങ്ങിയതല്ല, അല്ലെങ്കിൽ ഒരു ഔദാര്യം പോലെ തനിക്ക് കിട്ടിയതല്ല എന്ന് വെള്ളാപ്പള്ളി പറയുമ്പോൾ അത് കൃത്യമായി ജി സുകുമാരൻ നായർക്കുള്ള മറുപടി തന്നെയാണ്. സ്മൃതി.